തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തവളയ്ക്ക് സമീപം ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്താണ് നമ്മുടെ ഈ കാണുന്ന 4.8 സെൻറ്റിൽ ഏകദേശം 2050 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത്. പുതിയ വീടാണ്, 4 ബെഡ്റൂം വരുന്നൊരു വീടാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നിങ്ങൾ കഴക്കൂട്ടത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പോത്തങ്കോട് റൂട്ടിൽ വരുമ്പോഴത്തേക്കും ചന്തവളം മേലെ ചന്തവളയിൽ വരും. മേലെ ചന്തവള ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി മരുപ്പങ്കോട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ആ ആർച്ച് വഴി അകത്തേക്ക് നമ്മൾ കുറച്ച് ദൂരം വരുമ്പം തന്നെ റോഡൊന്ന് ഇൻ്റർലോക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് കാണാൻ സാധിക്കും. അതിനകത്ത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് ഈ വീട് നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. മുൻവശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ കവേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. അത് പോയിട്ട് നമുക്കൊരു വലിയ വണ്ടി തന്നെ മുറ്റത്തേക്ക് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട്. ഗാർഡനിങ് ചെയ്യാനുള്ള സ്ഥലത്തെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഗാർഡനിങ് വർക്കൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മുൻവശം വരുന്നത്. വീടിനകത്തേക്കുള്ള ഡിസൈൻ വർക്കുകളെല്ലാം അടിപൊളിയാണ് കേട്ടോ. ഈ കാണുന്ന രീതിയിൽ 2 പാളികളിലായിട്ട് പ്ലാവിൻ തടിയിലാണ് നമ്മുടെ മുൻവശത്തെ വാതിൽ വരുന്നത്. കയറി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ഉള്ളിൽ കയറി വരുമ്പോൾ ഈ ഒരു ചുമര് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ TV യൂണിറ്റ് വെക്കാവുന്ന രീതിയിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒരു മിനിമലായിട്ടുള്ള കളറാണ്, പക്ഷേ ഒത്തിരിയധികം ലക്ഷറി ഫീൽ വരുന്ന രീതിയിലാണ് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. ഈ ഒരു ചുമര് നോക്കി ഇതുപോലെ ക്ലാഡിങ് ടൈലൊക്കെ ഒട്ടിച്ച് അതിൻ്റെ ഇടയിൽ ഫാൻസി ലൈറ്റ്സ് ഒക്കെ വെച്ചപ്പോൾ നീറ്റായിട്ടുണ്ട്. ഈ സീലിങ്ങിൽ നമുക്ക് ഇതുപോലെ ഒരു വാം തീമിലാണ് ലൈറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. ഇതിൽ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ചിമിനി, ഹോബ് എല്ലാം തന്നെ ഇൻസ്റ്റാൾഡ് ആണ്. ഇവിടെ നിന്ന് പിൻവശത്തേക്ക് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഈ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം നമുക്ക് വീടിന് ചുറ്റും കിട്ടുന്നുണ്ട്. വീടിന് ഉള്ളത്തെ വാതിലായാലും എല്ലാം തന്നെ ഇതുപോലെ പോളിഷാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വുഡിൻ്റെ ഒരു ലക്ഷറി ഫീല് എല്ലാ വാതിലും കാണുമ്പോൾ തന്നെ കിട്ടും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ 1 ബെഡ്റൂം, മേളത്തെ നിലയിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 4 ബെഡ്റൂമാണ്. എല്ലാ റൂമുകളിലും കബോർഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ഹൈലൈറ്റ് ആണ്. ഈ കബോർഡിൻ്റെ തീമിന് യോജിക്കുന്ന രീതിയിൽ തന്നെ ഒരു ടെക്സ്ചർ വർക്ക് ചുമരിലും ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇത് എല്ലാ റൂമിലും ഒരു സിമിലർ തീം അവർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഇതിനകത്തുള്ള വാഷ് ബേസിനൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. അതെല്ലാം ഫിറ്റ് ചെയ്ത് നീറ്റാക്കി തരും. ഇതിനകത്ത് സെറയുടെ ഫിറ്റിങ്സും അതുപോലെ തന്നെ ജാഗ്വാർ തുടങ്ങിയ പ്രീമിയം ബ്രാൻഡുകളാണ് നമുക്ക് പൈപ്പ് ഫിറ്റിങ്സ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് ആണ്. നമുക്ക് ഈ റെയിലിംഗ് എല്ലാം ഒരു ലക്ഷറി ഫീൽ തരുന്ന രീതിയിൽ ഫുള്ളായിട്ട് വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ചുമര് നോക്കി ഇവിടെ ഫുള്ളായിട്ട് ക്ലാഡിങ് ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് മേളത്തെ നിലയിൽ 3 ബെഡ്റൂംസും 2 ബാൽക്കണി സ്പേസുമാണ് വരുന്നത്. ബെഡ്റൂംസ് എല്ലാം തന്നെ നമ്മൾ താഴത്തെ നിലയിൽ കണ്ടതുപോലെ സിമിലർ തീമിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാ റൂമുകളിലും കബോർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചുമരിൽ ഇതുപോലെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ഫിറ്റിങ്സ് ആണ്. സെറയുടെ സാനിറ്ററി വെയർസ് അതുപോലെ തന്നെ നമ്മുടെ ഷവർ യൂണിറ്റ് ഒക്കെ വരുന്ന ജാഗ്വാർ ആണ്. ആ രീതിയിൽ പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ വീടിനകത്തുള്ള ഇൻറ്റീരിയർ ഡിസൈനൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണടിച്ച് പോകുന്ന കളറുകളുമില്ല. പക്ഷേ അതിനൊരു ലക്ഷറി ഫീൽ തരുന്ന രീതിയിൽ ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അതിനകത്തെല്ലാം കളർ കോമ്പിനേഷൻസ് എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോ റൂമിനകത്തും കബോർഡിൻ്റെ കളർ തീം അനുസരിച്ചിട്ടാണ് നമുക്കിത് ഈ ചുമരിലുള്ള ആ ഒരു ടെക്സ്ചർ വർക്കും ചെയ്തെടുത്തിട്ടുള്ളത്. സീലിങ്ങിലെല്ലാം തന്നെ ലൈറ്റിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് വീടിനകത്ത് ഇതുപോലുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ വീടിനകത്ത് വന്ന് നമുക്ക് നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ. ഈ കാണുന്നത് പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇനി ഇതേ കണക്ക് തന്നെ നമുക്ക് 3ാമതൊരു റൂമും കൂടെ വരുന്നുണ്ട്. എല്ലാം കൂടെ കാണിച്ച് നമുക്ക് സമയം ഒത്തിരി കളയണ്ട. ആ ഭാഗത്തായിട്ട് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വരും. നമുക്ക് 2 ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. ഇത് നമ്മുടെ വീടിനെ മുൻവശത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ആദ്യത്തെ ഒരു ബാൽക്കണി സ്പേസ് ആണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ഓപ്പൺ ടെറസും ഫ്രണ്ടിലേക്ക് തന്നെ ഫേസ് ചെയ്യുന്ന വീടിൻ്റെ ഒരു കോർണറിലേക്ക് വരുന്ന രീതിയിൽ അടുത്തൊരു ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാവുന്നതാണ്. ഇവിടെ നമുക്കിങ്ങനെ വന്ന് ഇരുന്ന് റിലാക്സ് ആയി ചെയ്യാം കേട്ടോ. ഈ ബാൽക്കണി എന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത്. ഒത്തിരിയധികം വീടുകളിലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ വീടുകളിലെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിനകത്ത് പല ആൾക്കാരും പ്രോപ്പർട്ടി വാങ്ങിയിട്ട് അവർ തന്നെ വീടും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഈ വീട്ടിലെ താമസം വരുന്ന സമയത്ത് ഇനി ഇതിനകത്ത് ഒത്തിരിയധികം താമസക്കാരാവുന്ന രീതിയിൽ നല്ലൊരു ലൊക്കേഷനാണ്. കിൻഫ്രയിൽ നിന്നൊക്കെ ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. ടെക്നോ പാർക്കിൽ നിന്ന് വളരെ അടുത്താണ്. നമുക്ക് റോഡെല്ലാം നല്ല വീതി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമ്മുടെ NH നിന്ന് ഇങ്ങോട്ടേക്ക് വളരെ പെട്ടെന്ന് എത്തുന്ന കണക്കൊരു ഫീലായിരിക്കും വരുന്നത്. ഇവിടുന്ന്
ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4 ആയാലും 1 മുതൽ 3 വരെയുള്ള ഫേസ് ആയാലും ഈസി ആക്സസ് ആണ്. സൈനിക് സ്കൂൾ, പിന്നെ ചുറ്റോടെ സ്കൂൾസൊക്കെ ആണെങ്കിൽ ഒത്തിരി അധികം ഉണ്ട്. പിന്നെ നമ്മുടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ പുതിയൊരു പ്രോജക്റ്റ് ഏകദേശം ഒരു 100 ഏക്കറിനടുത്ത് സ്ഥലമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. ആ രീതിയിലാണ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഉദ്ദേശിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്. 5 സെൻറ്റിനകത്ത് വരുന്ന സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടാണ്. ഉദ്ദേശിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്.